ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തികളുടെ അക്കൗണ്ടിൻ്റെ നോമിനിയാണ് നമ്മളെങ്കിൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിൽ നിന്നും എങ്ങനെ പണം പിൻവലിക്കണം, അതിനു വേണ്ടിയിട്ട് ഈ ഒരു നോമിനേഷൻ ക്ലെയിം ഫോർമാറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഡൗട്ടുള്ളൊരു കാര്യമായിരിക്കും എങ്ങനെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇതാണ് ആ ഒരു ഫോം. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ബാങ്കുകളിൽ പോയിട്ട് കാര്യം തിരക്കി കഴിഞ്ഞാൽ അവർ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഫോം ഡൗൺലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ഫോം എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്, ആവശ്യം വരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇടത്ത് സൈഡിൽ നമുക്ക് കാണാം ചീഫ് ഓർ ബ്രാഞ്ച് മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ബ്രാഞ്ച് നെയിമാണ്. SBI അക്കൗണ്ട് വരുന്ന ആ ഒരു ബ്രാഞ്ചിൻ്റെ നെയിം നമുക്കിവിടെ എഴുതി കൊടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലത്ത് സൈഡിൽ ഇതാ നമുക്കിവിടെ ഫോട്ടോ ഓഫ് നോമിനി എന്ന് കാണാം. നിങ്ങളാണ് നോമിനി എങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ പതിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ക്ലെയിം ആസ് നോമിനി ഫോർ പേയ്മെൻറ്റ് ഓഫ് ബാലൻസസ് ഇൻ ദി SBCA RD TDR അക്കൗണ്ട് ഓഫ് ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മരണപ്പെട്ട വ്യക്തി, ഈ അക്കൗണ്ടിൻ്റെ ഉടമ, അയാളുടെ പേര് നമുക്കിവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്നത് നോമിനി ആയിട്ടുള്ള വ്യക്തിയുടെ പേരാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത്. ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അക്കൗണ്ട് ഉടമയുടെ പേരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവർ മരണപ്പെട്ട തീയതി നമ്മുടെ മരണ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അതിലുള്ള ആ ഒരു ഡേറ്റും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സാണ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. ഇവിടെ നേച്ചർ ഓഫ് ഡെപ്പോസിറ്റ് എന്നുള്ളത് കാണാം. ഇവിടെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഏത് ടൈപ്പാണ് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് സേവിങ്സ് ആണെങ്കിൽ സേവിങ്സ്, ഫിക്സഡ് ആണെങ്കിൽ ഫിക്സഡ്. ഇവിടെ ആ ഒരു അക്കൗണ്ടിൻ്റെ നമ്പർ എഴുതി ചേർക്കാവുന്നതാണ്. അക്കൗണ്ടിൽ എത്ര എമൗണ്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ എമൗണ്ടിന് നേരെ താഴെയായിട്ട് നമുക്ക് ചേർക്കാം. ഇത്രയും ചേർത്താൽ മാത്രം മതി. പിന്നെ നമ്മളിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ളത് കഴിഞ്ഞാൽ നമുക്കിവിടെ സിഗ്നേച്ചർ ഓഫ് നോമിനി എന്നുള്ളത് കാണാം. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതാ ഈ ഒരു വലത്ത് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരുപാട് ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ അപേക്ഷ ഫോമിനോടൊപ്പം വെക്കേണ്ടതാണ്. പാസ്ബുക്ക് വെക്കണം, അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ആ ഒരു പാസ്ബുക്ക് നമ്മൾ വെക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ വെക്കുക. അതുപോലെ തന്നെ ആ ഒരു അക്കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ATM കാർഡ് കയ്യിലുണ്ടെങ്കിൽ അതും നമ്മൾ കൊണ്ടുപോവേണ്ടതാണ്. ഇനി പാസ്ബുക്കും ATM കാർഡും മാത്രമാണ് ഉള്ളത് എങ്കിൽ അത് കൊണ്ടുപോവുക, ഒറിജിനൽ തന്നെ കൊണ്ടുപോവേണ്ടതാണ്. അടുത്തതായിട്ട് ആ ഒരു വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമ്മൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ ID കാർഡും അതിൻ്റെ കോപ്പി നമ്മൾ കരുതേണ്ടതുണ്ട്. ആധാർ കാർഡിൻ്റെ കോപ്പി നമുക്ക് കയ്യിൽ കരുതാവുന്നതാണ്. പിന്നെ നോമിനേഷൻ റെസിപ്റ്റ് എന്നുള്ളതാണ്. ഈ ഒരു നോമിനേഷൻ റെസിപ്റ്റ് ബാങ്കുകാർ തന്നെ റെഡിയാക്കി തരുന്നതാണ്. അത് നമ്മൾ
നോക്കേണ്ട ആവശ്യമില്ല. ആറാമതായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ പ്രൂഫ് ഓഫ് ദി നോമിനി ആയിട്ടുള്ള വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി നമുക്ക് കയ്യിൽ കരുതാവുന്നതാണ്. അതുപോലെ അഡ്രസ് പ്രൂഫ്, ഇതിന് രണ്ടിനും നമുക്ക് ആധാറിൻ്റെ കോപ്പി കയ്യിൽ കരുതിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ കൂടെ കരുതേണ്ടത്. ഇനി അടുത്ത പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്. ഈ ഒരു ഏരിയയിൽ നോമിനി ആയിട്ടുള്ള നിങ്ങളുടെ വിശദ വിവരങ്ങൾ, അതായത് പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നത് ഈ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും അവർ ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു തരുന്നത്. ഇനി വലത്ത് സൈഡിൽ വന്നു കഴിഞ്ഞാൽ വിറ്റ്നസ് 1, വിറ്റ്നസ് 2 എന്നീ 2 ഭാഗങ്ങൾ കാണാം. ഇവിടെ നമ്മൾ 2 വിറ്റ്നസ്സുകളെ കൊണ്ട് അവരുടെ പേരെഴുതി സൈൻ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. ഇത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം വിറ്റ്നസ് ആയിട്ട് വരുന്നവർ നമ്മളുമായിട്ട് രക്തബന്ധമുള്ള ആളുകൾ ആയിരിക്കാൻ പാടില്ല. നമ്മളെ പരിചയമുള്ള 2 പേരെ കൊണ്ട് നമ്മൾ ഇതിൽ വിറ്റ്നസ് ആയിട്ട് സൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഓഫീസ് യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെയാണ് വീണ്ടും ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ, നിങ്ങളുടെ നോമിനി ആയിട്ടുള്ള നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ പേരെഴുതുക, അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. കൊടുക്കുന്ന ഡേറ്റും കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. നിങ്ങൾ നേരത്തെ കൂട്ടി ഫോം ഫില്ല് ചെയ്ത് വെച്ചാൽ കൊടുക്കുന്ന ദിവസത്തെ ഡേറ്റ് ആയിരിക്കണം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പലരും ഇതിൽ ഡൗട്ടഡ് ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും. അപ്പം ആരോടും ഡൗട്ട് ചോദിക്കാതെ തന്നെ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്കും സാധിക്കുന്നതാണ്. താങ്ക്